വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് അടുത്തൊന്നും ഋഷഭ് പന്തിന് സാധ്യതയില്ലേ? ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയിലും പന്തിന് പ്ലേയിംഗ് 11-ൽ അവസരമുണ്ടാകില്ല എന്നാണ് സൂചന. ടീമിൽ KL രാഹുലിന്റെ റോൾ സംബന്ധിച്ച് ഗൗതം ഗംഭീർ മനസ്സു തുറന്ന വേളയിലാണ് പന്തിന് പ്രതികൂലമായ വാക്കുകൾ. KL രാഹുലാണ് നിലവിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ. അതുമാത്രമേ ഇപ്പോൾ പറയാനാകൂ എന്നതാണ് ഗംഭീറിന്റെ അഭിപ്രായം. ഋഷഭ് പന്തിന് അവസരം ലഭിക്കും, എന്നാൽ നിലവിൽ KL രാഹുൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 2 വിക്കറ്റ് കീപ്പർമാരെ കളിപ്പിക്കാനാവില്ല എന്നും ഗംഭീർ പറയുന്നു. ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്കും 2-ാം വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജു സാംസണെയാണ് ഗംഭീർ നിർദ്ദേശിച്ചതെന്നും, എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും ചീഫ് സെലക്ടർ അജിത് അഗാക്കറുടെയും നിർദ്ദേശപ്രകാരമാണ് സഞ്ജുവിന് പകരം ഋഷഭ് പന്തിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെടുത്തതെന്നും നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗംഭീറിന്റെ മറുപടി എന്നതും ശ്രദ്ധേയമാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ 15-അംഗ ടീമിലെ ഋഷഭ് പന്ത് ഒഴികെയുള്ള എല്ലാ താരങ്ങൾക്കും ഒരു മത്സരത്തിലെങ്കിലും പ്ലേയിംഗ് 11-ൽ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ 2 കളികളിലും KL രാഹുൽ നിറം മങ്ങുകയും ഇന്ത്യ ആദ്യ 2 കളികളും ജയിച്ച് പരമ്പര സ്വന്തമാക്കുകയും ചെയ്തിട്ടും 3-ാം മത്സരത്തിലും ഋഷഭ് പന്തിന് പ്ലേയിംഗ് 11-ൽ അവസരം ലഭിച്ചിരുന്നില്ല. 3-ാം മത്സരത്തിൽ 29 പന്തിൽ 40 റൺസ് അടിച്ച രാഹുൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി തുടരുമെങ്കിലും രാഹുലിന്റെ ബാറ്റിംഗ് പൊസിഷനെ കുറിച്ച് ഗംഭീർ വ്യക്തമായ മറുപടിയും നൽകിയിട്ടില്ല. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.